മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വീണ്ടും ചോദിക്കുമത്രേ, ഐന മുഹമ്മദുൻ വദുരിയതുഹു, ഹബീബായ നബി തങ്ങളുടെ സമുദായവും അല്ലാഹുവിന്റെ റസൂലും വന്നിട്ടുണ്ടോ, അവരെവിടെയാണെന്ന് പ്രത്യേകമായി എടുത്തു ചോദിക്കും മാലിക് എന്ന്. നബിയുനാ റസൂലുള്ളാഹി ഫയഖൂലു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറയുമത്രേ, വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ. അല്ലാഹുവെന്ന പടച്ച റബ്ബിന്റെ മുന്നിൽ സർവരും മുട്ടിൽ കെട്ടിക്കൊണ്ട് വിറങ്ങലിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ, വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയാ. നബിയേ നബിയേ, അന്ന് ജനങ്ങളെ തങ്ങൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ കോടതിയിൽ 16,15,15,000 കിലോമീറ്ററുകൾ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ മുന്നിൽ കൊണ്ടുവരുന്നതാകുന്ന വേളയിൽ ജനങ്ങൾ മുട്ടിൽ കെട്ടിയവരായി കാണാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാം പറയും, എല്ലാവരും വന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ ഈ നരകോട്ടം വന്നാൽ മതി. ഈ നരകവുമായിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വന്നാൽ മതി. മാലിക് അലൈഹിസ്സലാം ഉടനെ നരകത്തിന്റെ നേരെ തിരിയുകയാണ്. വഹിയ ഫീ ദായിറത്തിൽ ഹർഷ്, മഹ്ശറയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏതൊരു സ്ഥലത്താണോ നരകത്തെ പടച്ചത്, വഹിയ ഫിൽ മഹല്ലില്ലദീ ഖലഖഹ അല്ലാഹു തആല, അല്ലാഹു പടച്ചതാകുന്ന സ്ഥലത്ത് തന്നെയാണ് നരകം സ്ഥിതി ചെയ്യുന്നത്. നരകത്തെ എവിടെയാണ് അല്ലാഹു പടച്ചത്, അവിടെ തന്നെ നരകം നിൽക്കുക. നരകത്തെ എന്നിട്ട് മാലിക് അലൈഹിസ്സലാം ചെന്നുകൊണ്ട് വിളിച്ചിട്ട് വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങൾ മുഴുവൻ നിൽക്കുക, ഈ നരകം കൂടി വന്നിട്ട് വിചാരണ തുടങ്ങും. നരകത്തെ മുന്നിൽ എത്തിച്ചിട്ടേ വിചാരണ തുടങ്ങുള്ളൂ. എല്ലാവരും മഹ്ശറിൽ വന്ന് നിൽക്കുക. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം വരെ എല്ലാവരും വന്ന് നിൽക്കണം. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിട്ടു. രണ്ടുപേർക്കും ഇടയിൽ നടന്ന സംഭാഷണമാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അവസാനം മാലിക് അലൈഹിസ്സലാം നരകത്തേക്കാക്കുന്ന മലക്ക് മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നരകത്തെ വിളിക്കാൻ, യാ നാറു ഖൂമി, യാ നാറു ഖൂമി. അല്ലാഹു സുബ്ഹാനഹു വ തആല മോശപ്പെട്ടതാകുന്ന ജനങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബ് പടച്ചതാകുന്ന നരകത്തിന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് നരകത്തെ കാക്കുന്നതായ മലക്ക് വിളിക്കുകയാ, യാ നാറു ഖൂമി, അല്ലയോ നരകമേ നരകമേ, എണീക്കണേ എണീക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ നരകം അങ്ങോട്ട് എണീറ്റ് നിൽക്കുമത്രേ. അല്ലാഹ് അല്ലാഹ് വലഹാ അർബഅതു ഖവായിം, വലഹാ അർബഅതു ഖവായിം. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ, ആ നരകത്തിന് 4 കാലുകളുണ്ട് സഹാബാ, 4 കാലുകളുണ്ട് സഹാബാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുവട്ടൂരുള്ള ഉമ്മമാരൊരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള നരകത്തെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നരകമെന്ന് മനസ്സിലാക്കണേ, ഇതാണ് നരകമെന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ. മദ്രസയിൽ നമ്മൾ പഠിച്ചതുപോലെയുള്ള ഏതാനും കൊള്ളികൾ കൂട്ടിവെച്ച് കത്തിക്കുന്നത് പോലെയുള്ള ചെറിയ നരകമല്ല, ഏതാനും വിറക് കൊള്ളികളിട്ട് കത്തിക്കുന്നതായ നരകത്തെ കുറിച്ചല്ല കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നത്. ഹബീബായ നബിതങ്ങള് അവിടുത്തെ തിരുനാവിലൂടെ ആദരത്തിലൂടെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹാബത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്തതായ നരകമാ. സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബാ വലഹാ അർബഅതു ഖവാ
നരകത്തിന് 4 കാലുകളുണ്ട് സാബാ, നരകത്തിന് 4 കാലുകളുണ്ട് സാബാ. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫിആം. ഓരോ കാലുകൾക്കിടയിൽ 4 കാലുകളുള്ളതായ നരകം. 2 കാലുകളാകുന്ന മനുഷ്യനെ പടച്ചറപ്പ് ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പടച്ചിരിക്കുന്നതിന്റെ ഇരട്ടിയാകുന്ന 4 കാലുകളുള്ളതായ നരകമാണ്. ആ നരകത്തിന്റെ ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തെ വഴി ദൂരമുണ്ടത്രേ. ഓ ബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫിആം. നരകത്തിന്റെ ഓരോ കാലുകൾക്കിടയിലും 1000 കൊല്ലത്തെ വഴി ദൂരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ കാലുകൾക്കിടയിലും 4 കാലുകളാണ്. ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തും വഴി ദൂരം. അപ്പൊ 4ാമത്തെ കാലിനെ അങ്ങോട്ട് എത്തുമ്പോ 4000 വർഷം എത്തും. 4000 വർഷം വഴി ദൂരമാണ്. അതിശീഘ്രഗമനമാകുന്ന ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് ഒരു മനുഷ്യൻ യാത്ര ചെയ്താൽ ദുനിയാവിലെ 1000 കൊല്ലം കൊണ്ട് അടുത്ത കാലിലേക്ക് അവൻ എത്താൻ സാധിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അങ്ങനത്തെ 4 കാല്. ചിന്തിച്ചു നോക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബത്തെ ആ നരകത്തിന് 30,000 തലകളുണ്ട് സാബാ. ഓരോ തലകളിലും 30,000 വായകളുണ്ട് സാബാ. ഓരോ വായകളിലും 2 ചുണ്ടുകളുണ്ട് സാബാ. ആ വായ്ക്കുള്ളിൽ 30,000 പല്ലുകളുണ്ട് സാബാ. മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിട്ടുണ്ട് സാബാ. ഇദാ വുളിഅത് ഹൽഖത്തും മിൻ നാർ അലാ ജബലിൻ യദൂബു കമാ യദൂബു റസാസ്. മുകളിലത്തെ ചുണ്ടിലുള്ളതാകുന്ന 1000കണക്കിന് ചങ്ങലകളിലെ ഒരു ചങ്ങലയങ്ങാണം, ഒരു വട്ടക്കണ്ണി മാത്രമങ്ങാണം. ഇദാ വുളിഅത് ഹൽഖത്തും മിൻ നാർ അലാ ജബൽ. ഉയർന്നതാകുന്ന ഒരു പർവ്വതത്തിന്റെ നെറുകയിലേക്ക്, എവറസ്റ്റിന്റെ കൊടുമുടിയിലേക്ക് അങ്ങാണം അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹ് ലദാബ കമാ യദൂബു റസാസ്. ഈയം ഉരുകി ഒലിക്കുന്നത് പോലെ ആ പർവ്വതം ഉരുകി ഒലിക്കുമത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നത്. നരകത്തിന്റെ 4 കാലുകളാണ്. ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തെ വഴി ദൂരമാ. നരകത്തിന് 30,000 തലകളുണ്ടത്രേ. ഓരോ തലകളിലും 30,000 വായകളുണ്ടത്രേ. ഓരോ വായകളിലും 30,000 പല്ലുകളുണ്ടത്രേ. 2 ചുണ്ടുകൾ വീതം ഓരോ വായയിലും ഉണ്ടത്രേ. ആ ഓരോ വായകളിലും മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകളാണ്. ആ ചങ്ങലകളിലുള്ള ഒരു വട്ടക്കണ്ണി മാത്രം ഈ ദുനിയാവിലെ ഏറ്റവും വലിയ കൊടുമുടിയാകുന്ന എവറസ്റ്റിന്റെ നെറുകയിലേക്ക് വെച്ചാൽ ലദാബ കമാ യദൂബു റസാസ്. അതിന്റെ ചൂടുകൊണ്ട് ഈ മുരുകി തീരുന്നത് പോലെ പർവ്വതം മുരുകി നിലത്തേക്ക് വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. والذي بعثني بالحق نبيا. ഹബീബായ നബി തങ്ങളെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു തമ്പുരാനാണോ എന്നെ ഈ ഇസ്ലാമികമാകുന്ന ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകനായി എന്നെ നിയോഗിച്ചത്, ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ അന്ന സൗബൻ മിൻ സിയാബി അഹ്ലിൻ നാർ ഉൽഖ ബൈന സമാ
സഹാബത്തെ ആകാശഭൂമികൾക്കിടയിലെങ്ങാനും നരകത്തിൽ കടക്കുന്നതാകുന്ന മനുഷ്യർക്ക് ധരിപ്പിക്കുന്നതായ വസ്ത്രമുണ്ടല്ലോ, ദുർഗന്ധം വമിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം കൊണ്ടുവന്ന ആകാശഭൂമികൾക്കിടയിൽ എവിടെയെങ്ങാനും ഒന്ന് ബന്ധിപ്പിച്ചാൽ ലമാത ജമീഉൽ അർളി മിന്നതിനിഹാ ഔ മിൻ ഹുർരിഹാ, വസ്ത്രത്തിൽ നടിച്ചു വീശുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ അതിൽ നടിച്ചു വീശുന്ന ചൂട് നിമിത്തമായിട്ടോ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലേക്ക് കടക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വസ്ത്രം, അവിടെ ചെരുപ്പുണ്ട്, അവിടെ വസ്ത്രമുണ്ട്. ജയിലിൽ കിടന്ന ആളുകൾക്ക് 73 83 എന്നൊക്കെ പറഞ്ഞ് ഫിറ്റ് ചെയ്തതാകുന്ന വസ്ത്രമില്ലേ എന്ന് പറഞ്ഞതുപോലെ നരകത്തിൽ കിടക്കുന്നവർക്ക് അതാ ഓരോരുത്തർക്കും ഓരോ വസ്ത്രം. ആ വസ്ത്രം ആകാശഭൂമികൾക്കിടയിൽ എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ അതിന്റെ ചൂട് നിമിത്തമായിട്ടോ അതിൻ്റെതാകുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആതിരശിക്കുമാറാവട്ടെ, അല്ലാഹു ആതിരശിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ലൗ ഫുതിഹ മൻ ഖർസൂരിൻ ബിൽ മശ്രിഖ് വറജുലുൻ ബിൽ മഗ്രിബി ലഗലാ ദിമാഉഹു. ഈ ലോകത്തിന്റെ ഒരു കിഴക്ക് ഭാഗത്ത് ഒരു കാളക്കൂറ്റനെ നിർത്തിക്കൊണ്ട് ആ കാളക്കൂറ്റൻ്റെതാകുന്ന പിന്ദ്വാരത്തിന്റെ കണക്കെ നരകത്തിൽ നൽപ്പം ദ്വാരമുണ്ടാക്കി ഈ ഭൂമിയിലേക്കെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നൽപ്പം ചൂട് കടത്തി വിട്ടാൽ എന്താ പറയുന്നത്? ഈ ലോകത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു കാളക്കൂറ്റനെ നിർത്തിയിട്ട് അതിന്റെ പിന്ദ്വാരത്തിന്റെ അളവ് അതിന്റെ പിന്താരം എന്താ വളരെ ചെറുതായിരിക്കും. ആ പിന്താരത്തിന്റെ അളവിലെങ്ങാണം ഒരു ചൂട്, ഈ നരകത്തിന്റെ ചൂട് സ്വല്പം ഈ ദുനിയാവിലേക്ക് അല്ലാഹു നൽകിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൗ ഫുതിഹ മൻ ഖർസൂരിൻ ബിൽ മശ്രിഖി വറജുലുൻ ബിൽ മഗ്രിബി. കിഴക്കൊരു കാളക്കൂറ്റയുടെ പിന്ദ്വാരത്തിൻ്റെതാകുന്ന അളവ് കണക്ക് അല്പമെങ്ങാണം ദുനിയാവിലേക്ക് നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ കടത്തിവിട്ടാൽ വറജുലുൻ ബിൽ മഗ്രിബി, ഈ ലോകത്തിന്റെ പടിഞ്ഞാറൻ ചക്രവാളത്തില് ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്താൽ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നതായ കാളക്കൂറ്റയുടെ ദ്വാരത്തിന് നിമിത്തമായിട്ട് കടിച്ചു വീശിയതാകുന്ന നരകത്തിന്റെ ചൂട് നിമിത്തമായി പടിഞ്ഞാറ് നിൽക്കുന്ന മനുഷ്യന്റെ തലച്ചോറ് തിളച്ചു പൊന്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടിഞ്ഞാറ് നിൽക്കുന്ന മനുഷ്യന് അവന്റെ തലച്ചോറ് തിളച്ച് ബന്ധുരുകി പുറത്തു വരാൻ നിമിത്തമാകും ചെറിയൊരു ദ്വാരം നരകത്തിൽ നിട്ടാൽ ഈ ഭൂമിയിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു അതിരശിക്കുമാറാവട്ടെ. എന്താണ് നരകം? പഠിച്ചു വെക്ക നമ്മൾ. വലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ വലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ, ആകാശഭൂമികൾക്കിടയിലുള്ളതാകുന്ന സർവവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ടുകൊണ്ട് കത്തിച്ചാലും ലമാതൽ ജമീഉൽ അർളി മിന്നതിനിഹാ ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. നമ്മൾ ഈ പറയുന്ന ജഹന്നമെന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
എന്താണ് ഈ പറയുന്നത് സഹോദരങ്ങളെ? ചെറുവട്ടൂരുള്ള തെങ്ങുകളെ കുറിച്ച് മാത്രമല്ല, ഈ ചെറുവട്ടൂരുള്ള വൃക്ഷലതാദികളെ കുറിച്ച് മാത്രമല്ല, ലോകത്തുള്ള സർവ്വ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും വെട്ടിക്കീറാക്കി വിറകാക്കി കൊണ്ടുവന്ന് അത് മുഴുവനും ഇട്ടുകൊണ്ട് കത്തിച്ചാലും ലമാത ജമീഉൽ അർളി മിന്നതിനിഹാ ലകാനൽ ജുസുൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ. കത്തിജ്വലിക്കുന്നതാകുന്ന ജഹന്നമിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് ചെറുതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും അത് മുഴുവൻ മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വിറക് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ്. ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആതിരശിക്കുമാറാവട്ടെ. ആ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ നരകം കണ്ണുകൊണ്ട് കാണാത്തതാകുന്ന 3 ആളുകളുണ്ട് സാബ. നരകത്തെ കണ്ണുകൊണ്ട് കാണാൻ പോലും സാധിക്കാത്ത അഥവാ നരകത്തിൽ കടക്കാത്തതാകുന്ന സൗഭാഗ്യവാന്മാര് 3 പേരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കൂട്ടർ ആളുകൾ, 3 കൂട്ടർ. അവര് നരകത്തെ കാണൂല. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉറക്കാമീൻ പറയും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സലാസുൻ ലാ തുറാ അയുനുഹും ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, 3 കൂട്ടരുണ്ട് സാബ. അവർ നരകം കാണൂല അഥവാ നരകത്തിൽ അവർ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കൂട്ടരാളുകൾ ആരൊക്കെയാണത്? അത് പറഞ്ഞ നമ്മുടെ സദസ്സംഗ് ബിരിയ. ആരൊക്കെയാണ് 3 കൂട്ടർ? ഒന്ന് ഐനുൻ ഗല്ലതൻ മഹാരിമില്ലാ. ഐനുൻ ഗല്ലതൻ മഹാരിമില്ലാ. ഹറാം കാണാത്ത കണ്ണാണ്. ഹറാം ദർശിക്കാത്ത കണ്ണുണ്ടോ? ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, അവർക്ക് തീർച്ചയായും നരകം കാണേണ്ടി വരൂല അഥവാ നരകം അവരെ സ്പർശിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക്, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ എത്ര ഹറാമ് കണ്ടു, എത്ര ഹറാമ് കണ്ടു. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് സമയങ്ങൾ ചെലവഴിക്കുന്നു. ജിയോ സിം മാർച്ച് വരെയുണ്ട് ഉസ്താദെ, അതുകൊണ്ട് നമുക്ക് റാഹത്തായി 1 GB എങ്കിലും കിട്ടുമല്ല. ഉള്ള GB വെച്ചുകൊണ്ട് നമ്മൾ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് സമയം കളിയാൻ അല്ലേ? എത്ര സഹോദരങ്ങൾ യൂട്യൂബിൽ കയറി പ്രഭാഷണങ്ങൾ കേട്ടു ആത്മീയമാകുന്ന മേഖലകളിലേക്ക് അവരുടെ നെറ്റ് കണക്ഷൻ മാറ്റിവെച്ചവർ എത്ര പേര്? ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര മുസ്ലിം സഹോദര സഹോദരിമാരാണ് ജിയോ സിം വാങ്ങിയിട്ട് അതിലൂടെ അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എത്ര പേരാണ് മോശപ്പെട്ട തലത്തിലേക്ക് തന്റെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും മാറ്റിവെച്ചത്? വേണ്ട, കണ്ണുകൊണ്ട് ഹറാമ് കാണരുതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അന്യരാകുന്ന പരപുരുഷന്മാരെ ദർശിക്കരുതെന്നും അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളെ ദർശിക്കരുതെന്നും ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ചില സ്ത്രീകൾ കൊണ്ട് ഞങ്ങൾക്ക് പുരുഷന്മാരെ അങ്ങോട്ട് കാണാം, പുരുഷന്മാർക്ക് ഞങ്ങളെ മാത്രമാണ് കാണാൻ പാടില്ല എന്ന് ധരിച്ച സഹോദരിമാർ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു മസല ഇല്ലല്ലോ. അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല. അല്ലാതെ പുരുഷന്മാർക്ക് ഞങ്ങളെ കാണാൻ പാടില്ല, ഞങ്ങൾക്ക് ഏത് പുരുഷനെയും കാണാം എന്ന സമീപനം തെറ്റാണ്. അത് ആദ്യമേ തിരുത്തേണ്ടത്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാ, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിരിക്കുന്നുണ്ട്. പ്രവാചകന്റെ തൊട്ടിപ്പുറത്ത് പ്രവാചകന്റെ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബിബി ഇരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പ്രവാചകന്റെ വലത്തും ഇടത്തും ഇരിക്കുമ്പോ ഫഅഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സ്വഹാബി വരൻ അവിടേക്ക് കടന്നു വന്നു. കണ്ണ് കാണാത്ത മനുഷ്യൻ. എന്തിനാ ഞാൻ ഇത് തെളിവ് പറയുന്നത്? മുസ്ലിം സഹോദരിമാർക്ക് അന്യരാകുന്ന പുരുഷന്മാരെ കാണൽ ഹറാമാണ് എന്നതിന് തെളിവാണ് ഞാൻ ഈ ഹദീസ്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. പുരുഷന്മാർക്ക് നിങ്ങളെ കാണൽ ഹറാം എന്നതുപോലെ നിങ്ങൾക്ക് അവരെ കാണലും ഹറാമാണ്. عن أم سلمة رضي الله تعالى عنها أنها قالت
كنت عند النبي صلى الله عليه وسلم وعنده ميمونة. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലുണ്ട്, റസൂലുള്ളാഹിയുടെ അടുക്കൽ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീവിയുമുണ്ട്. അപ്പോഴാണ് ഫഅഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന സ്വഹാബി വര്യൻ അവിടേക്ക് കടന്നു വന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ഇബ്നു ഉമ്മി മക്തൂമിനോട് പറഞ്ഞു അത്രേ. ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുന്നത് കണ്ടുകൊണ്ട് നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറഞ്ഞു അത്രേ, ഇഹ്തജിബാ മിൻഹു ഇഹ്തജിബാ മിൻഹു. അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ, അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ. ഫഖാലതാ, രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, അലൈസ ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. അല്ലാഹുവിന്റെ റസൂലേ, ആ കടന്നു വരുന്നതായ മനുഷ്യൻ സഹാബി വര്യൻ, അദ്ദേഹം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ, അന്ധനായ വ്യക്തിയല്ലയോ? ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, ഞങ്ങളെ അറിയുകയോ തിരിച്ചറിയുകയോ ഇല്ലല്ലോ, ഞങ്ങളെ കാണുക പോലുമില്ലല്ലോ, പിന്നെന്തിനാണ് ഞങ്ങൾ എണീക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിയാകുന്ന ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുന്നത് കണ്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് അകത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ, കണ്ണ് കാണാത്ത മനുഷ്യൻ കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തിനാണ് മാറി നിൽക്കുന്നതെന്ന് നബിയോട് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുവട്ടൂരിൽ ഉമ്മമാര് പഠിക്കണേ, സഹോദരങ്ങൾ മനസ്സിലാക്കണേ. എല്ലാ ഭർത്താക്കന്മാരുടെയും കടമയാണ് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളത്, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത്. അന്യ പുരുഷന്മാര് വീട്ടിലേക്ക് വരുമ്പോ ബിസിനസിന്റേതാകുന്ന ലാഭം കൊയ്യാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട യജമാനന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയുടെ ശരീരഭാഷകൾ കാണിക്കുന്ന ഡ്രസ് ഇട്ടിട്ട് ആ ഭർത്താവാകുന്ന മനുഷ്യൻ തന്റെ ഭാര്യയെ അന്യരാകുന്ന പരപുരുഷന്റെ കൈക്ക് പിടിച്ച് ശൈക്കാൻ കൊടുക്കുന്ന അവസ്ഥ ഇന്ന് കേരളത്തിൽ കടന്നു വന്നില്ലയോ? റിയാലിറ്റി ഷോകളിലേക്ക് മക്കളെ പങ്കുകൊള്ളിക്കുന്നില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പാടില്ല ഉമ്മു സലമ, പാടില്ല മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അകത്തേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിച്ചില്ലയോ? അദ്ദേഹം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ, ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചോദിച്ചില്ലയോ? ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെയോ? അഫഅമ്യാ വാനിയന്തുമാ അലസ്തുമാ തുബ്സിറാനിഹി. അല്ലയോ ഉമ്മു സലമ, അല്ലയോ മൈമൂന, നിങ്ങളുടെ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ കാണുകയില്ലയോ, അങ്ങോട്ട് ദർശിക്കുകയില്ലയോ? അത് പാടില്ല, ഹറാമാണ്, ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നാലും കടന്നു വന്നാലും ഭർത്താക്കന്മാര് പുറത്തിറങ്ങാതെ ഭാര്യമാരെ വെളിയിലേക്ക് ഇറക്കുന്ന സമ്പ്രദായം ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ കടന്നു വരുന്നുണ്ട്. മാറ്റിയെടുക്കണേ മുസ്ലിമേ, അപകടമാണ്, അപകടമാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ പറഞ്ഞേക്കാന് ബസ് ഡ്രൈവർ വന്നാലും ക്ലീനർ വന്നാലും അവരുടെ മുന്നിൽ വന്നുകൊണ്ട് ചാടി കുഴഞ്ഞുകൊണ്ട് വർത്തമാനം പറയുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എത്രയെത്ര അപകടങ്ങളാണ്, എത്രയെത്ര പ്രയാസങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേട്ടില്ലേ നിങ്ങൾ? മുബശ്ശിറ എന്ന് പറയുന്ന മാണിക്കോത്തുള്ള, കാസർഗോഡ് ജില്ലയിലെ മാണിക്കോത്തുള്ളതാകുന്ന മുബശ്ശിറ എന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളെ കുറിച്ചുള്ള വാർത്ത അറിഞ്ഞില്ലയോ? ആ പൊന്നുമോളെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കാണാനില്ല. പത്രമാധ്യമങ്ങൾ
കൊടുത്തു. അവസാനം വാർത്ത അറിയപ്പെടുകയാണ്. 17 വയസ്സുള്ളതാകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ, നിയാസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കൂടെ ആ പെണ്ണ് ഒളിച്ചോടിയിരിക്കുകയാണ്. വാപ്പയും ഉമ്മയും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. വാപ്പയും ഉമ്മയും ലോകം മുഴുവനും തെണ്ടി നടന്നുകൊണ്ട് അന്വേഷിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കാണാനില്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ തിരിച്ചു കിട്ടാൻ അവർ പലവിധേനയും ശ്രമിക്കുകയാണ്. ആരാണിവിടെ കുറ്റക്കാര് സഹോദരങ്ങളെ? ആരാണിവിടെ കുറ്റക്കാര് സഹോദരിമാരെ? മാതാപിതാക്കളെ ശ്രദ്ധിക്കണ്ടയോ? ശ്രദ്ധിക്കണ്ടയോ? നമ്മുടെ മക്കൾക്ക് ഭൗതികമാകുന്ന അറിവ് മാത്രമായി നൽകരുതേ, ആത്മീയവും ഭൗതികവും കൂടി സമന്വയിപ്പിച്ച് കൊടുക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. 4ാം ക്ലാസ്സിലേക്ക് മക്കള് മദ്രസയിലെത്തുമ്പോൾ തന്നെ ഉസ്താദിന്റെ മുഖത്തടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പ്രായപൂർത്തിയുത്തി ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് MBBS പറഞ്ഞു വിടുന്നതായ മാതാപിതാക്കളില്ലയോ? എഞ്ചിനീയറിനെ പറഞ്ഞു വിടുന്നതായ മാതാപിതാക്കളില്ലയോ? നേഴ്സിംഗിന് വേണ്ടി PDS-ന് വേണ്ടിയൊക്കെ മക്കളെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കള് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അവിടെ എങ്ങും പ്രായപൂർത്തി ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല എങ്കിൽ പരിശുദ്ധ ദീനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ നിങ്ങൾ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ മറുപടി കൊടുക്കേണ്ടി വരുമേ. അള്ളാന്റെ മുന്നിൽ കൈകടിച്ച് നിന്നുകൊണ്ട് ഖേദിക്കേണ്ടി വരുമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? ഇയാകും വൽ ജുലൂസ മഅൻ നിസാ. സഹാബത്തെ, സഹാബത്തെ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ സാബ. അന്യ സ്ത്രീകളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്നും നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നതിനെ സൂക്ഷിക്കണം എന്നല്ല റസൂലുള്ള പറഞ്ഞത്. നിങ്ങളോടൊപ്പം അന്യ സ്ത്രീകൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ കണ്ണ് സൂക്ഷിക്കണം, ഏറ്റവും വലിയ അവയവമാണത്. കണ്ണ് ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചവൻ രക്ഷപ്പെട്ടു പോയി. നരക ശിക്ഷയിൽ അവൻ കടക്കൂല, അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഐനുൻ ഗല്ലതൻ മഹാരിമില്ലാഹ്, ഐനുൻ ഗല്ലതൻ മഹാരിമില്ലാഹ്. ഹറാം കാണാത്ത കണ്ണാണ്, സിനിമ കാണാത്ത കണ്ണാണ്, സീരിയൽ കാണാത്ത കണ്ണാ, അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കാണാത്ത പെണ്ണാണ്. അത്തരത്തിലുള്ള കണ്ണുകൾ നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഖേന പഠിപ്പിക്കുകയാണ്. നരകത്തിലേക്ക് കടക്കേണ്ടി വരൂല, വിചാരണ എളുപ്പമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇയാകും വൽ ജുലൂസ മഅൻ നിസാ. അന്യ സ്ത്രീകളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞപ്പോ ഒരു സ്വഹാബി വരെ എണീറ്റ് നിന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഫറൈതൽ ഹംവാ. നബിയേ, നബിയേ, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആയി തനിച്ചിരിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ നബിയേ? അത് ശരിയാണോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട ചെറുവട്ടൂർ ഒരുമിച്ച് കൂടിയ വിശ്വാസികള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പഠിച്ചിരിക്കണേ, പഠിച്ചിരിക്കണേ. റസൂലുള്ളാഹി പറയുകയാണ്, ലാ, പാടില്ല സാബാ, പാടില്ല സാബാ, അൽഹംദു വൽ മൗത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനുമായി യാത്ര ചെയ്യുന്നതായ ഏത് പെണ്ണുണ്ടോ, ഏത് സഹോദരനുണ്ടോ, അത് പാടില്ലാത്തതാണ്, അത് മരണത്തിലേക്ക് എത്തിക്കുമേ, അത് ഹറാമാണ്, ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം ഭർത്താവ് നാട്ടിലില്ല, പ്രവാസ ലോകത്താണ്. തനിക്ക് വേണ്ടി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്നുകൊണ്ട് ഭാര്യതാ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആയിട്ട് കാറിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നില്ലയോ? ബൈക്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരില്ലയോ? ഹറാമല്ലയോ, ഹറാമല്ലയോ? പഠിക്കണേ മുസ്ലിമേ, പഠിക്കണേ ഉമ്മമാരെ. സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അപജയം, ഏറ്റവും വലിയ പരാജയം ഇതാണ്. ഇത് ശ്രദ്ധിക്കാതെ പോകണം.
ആരും ശ്രദ്ധിക്കാത്തൊരു മസലയാണിത്. ആരും ശ്രദ്ധിക്കാത്തൊരു മസല. സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ അവരുമായിട്ട് ഭർത്താവില്ലാത്ത നേരത്താകട്ടെ ഭർത്താവ് ഉള്ളപ്പോഴാകട്ടെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കാൻ പാടില്ല. ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ. പെൺമക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിപ്പിക്കരുതേ. വാട്സാപ്പും ഫേസ്ബുക്കും എടുത്തുകൊണ്ട് മക്കള് മോശപ്പെട്ട തലത്തിലേക്ക് വാപ്പയും ഉമ്മയും മറന്നുകൊണ്ട് കാമുകനുമായി ചാറ്റിങ്ങിലൂടെ സമയം ചെലവഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ അധ്യാപനം പ്രസക്തമാ. ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ. വാതിന് വേണ്ടി വാപ്പ ക്ഷണിക്കുമ്പോ, വാതിന് വേണ്ടി ഉമ്മ ക്ഷണിക്കുമ്പോ, എനിക്ക് അല്പം കൂടി പഠിക്കാനുണ്ടോ ഉമ്മ, എനിക്ക് ഒരുപാട് ഹോംവർക്ക് എഴുതാനുണ്ടോ ഉമ്മ, എനിക്ക് കൈവേദനയാണ് ഉമ്മ, എനിക്ക് തലവേദനയാണ് ഉമ്മ എന്ന് വീട്ടിൽ കളവ് പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ. അവരെ വീട്ടിൽ നിങ്ങൾ ഇരുത്തരുതേ. അപകടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനോഹരമായി വീടിന് രണ്ടാമത്തെ ഒരു നില നിങ്ങൾ പണിയുമ്പോ ആ രണ്ടാമത്തെ നിലയിൽ ഒറ്റയ്ക്കൊരു റൂമിലേക്ക് നിങ്ങളുടെ പെൺകൊടികളെ നിങ്ങൾ താമസിപ്പിക്കരുതേ. അത് അപകടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പാതിരാത്രി സമയത്ത് വാപ്പ ഉറങ്ങുകയാണ്, ഉമ്മ ഉറങ്ങുകയാണ്, സഹോദരങ്ങൾ ഉറങ്ങുകയാണ്. തന്റെ കാമുകനുമായിട്ട് ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുമായിട്ട് ചാറ്റിംഗ്. അവസാനം ഈ പെണ്ണിന്റെ ശരീരഭാഷകൾ കാണിക്കാൻ ആ സഹോദരൻ നിർബന്ധിക്കുകയാണ്. പാവപ്പെട്ട പെണ്ണാണ്, ചെറുവട്ടൂരുള്ള സഹോദരിയാണ്. അറിയാതെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന കാമുകന്റെ മുന്നിൽ അവരുടെ ശരീരത്തിൻ്റെതാകുന്ന നഗ്നതകൾ ഫോട്ടോ എടുത്തിട്ട് കാമുകന് വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കുന്ന കാലഘട്ടമല്ലയോ. അവസാനം അത് മോർഫിംഗ് ചെയ്തിട്ട് ഇത് ഞാൻ യൂട്യൂബിലിടും, ഇത് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യുമെന്ന്, അതുകൊണ്ട് ഇന്നാലിന്ന സമയത്ത് നിന്റെ വീടിന്റെ പിന്നാമ്പുറത്തെ കഥകി എനിക്ക് വേണ്ടി തുറന്നിട്ട് തരണമെന്ന് ചെറുപ്പക്കാര് വാശി പിടിക്കുമ്പോ ആ പാവപ്പെട്ട പെണ്ണ് നിർബന്ധിതയാകുകയല്ലയോ. എത്രയോ സഹോദരങ്ങളാണ് ഇത്തരത്തിൽ ചീറ്റിംഗ് ചെയ്യുന്നത്, എത്രയോ സഹോദരിമാരാണ് അത്തരത്തിലുള്ള ചീറ്റിംഗിൽ അകപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരൊറ്റ കാര്യം മാത്രം ഞാൻ തുറന്നു പറയുകയാ, ഹറാമാകുന്ന നോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുതേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാത്ത മറ്റൊരു വ്യക്തിയെയും നീ മോശപ്പെട്ട ചിന്ത കൊണ്ട് കാണരുതേ, ചിന്തിക്കരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നരകത്തിലേക്ക് നിനക്ക് കടക്കാതിരിക്കണോ, ഐനുൻ ഖല്ലത്ത് അൻ മഹാരിമില്ലാ, ഹറാം കാണാതെ കണ്ണിനെ സൂക്ഷിച്ചിട്ടുണ്ടോ നീ നരകത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ സൂക്ഷിച്ചാൽ നീ നരകത്തിൽ കടക്കൂല, സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നരകമാണ്. അല്ലാഹു അതിരക്ഷിക്കട്ടെ. രണ്ടാമത്തെ കണ്ണെന്താണ്? സമയം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നിർത്താൻ വൈകിയാണ് തുടങ്ങി, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. നാളെ എനിക്കും പോകണം പാലക്കാട്. രണ്ടാമത്തെ കണ്ണേതാണ്? ഐനുൻ സഹറത്ത് ഫീ സബീലില്ലാഹ്, ഐനുൻ സഹറത്ത് ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണാണ്. സീരിയൽ കണ്ട് ഉറക്കമൊഴിച്ചതിനെ കുറിച്ചല്ല, സിനിമ കണ്ട് ഉറക്കമൊഴിച്ചതിനെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, പാതിരാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതായ ഏത് ഭർത്താവുണ്ടോ, ഏത് ഭാര്യയുണ്ടോ, എന്റെ ഭർത്താവിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അദ്ദേഹത്തെ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ സാലിഹാത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ഇറക്കുന്നതായ ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്തിലൂടെ ഉറക്കമൊഴിച്ചവരുണ്ടോ, അവർ നരകത്തിൽ കടക്കൂലയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചവർ. മൂന്നാമത്തത്, വഅയ്നുൻ ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്. ഈ
ഈച്ചയുടെ അളവിൽ മാത്രമായിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി പൊഴിച്ചിട്ടുള്ള ഏത് സഹോദരങ്ങളുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, നരകത്തിൽ അവർ കടക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈച്ചയുടെ അളവിൻ പ്രകാരം, വളരെ കടുകുമണി അളവും പ്രകാരം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നതാകുന്ന ഏത് സഹോദര സഹോദരി ഉണ്ടോ, പടച്ചറപ്പ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹു നൽകുന്നതാകുന്ന അതിശക്തമാകുന്ന പരീക്ഷണങ്ങൾ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്നതാകുന്ന ഏത് മനസ്സുണ്ടോ, തീർച്ചയായിട്ടും അവർ നരകത്തിൽ കടക്കൂല. നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മൂന്നും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും ഒന്നിൽപ്പെട്ടാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ശറയിലേക്ക് നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു, ആ നരകത്തെ കൊണ്ടുവരാൻ. ആ നരകം അങ്ങോട്ട് എണീറ്റ് നിന്നു. 4 കാലുള്ള നരകം, 30,000 തലകളുള്ള നരകം, ഓരോ തലകളിലും 30,000 വായുള്ള നരകം, ഓരോ വായയിലും 2 ചുണ്ടുള്ളതായ നരകം, ഓരോ വായിക്കകത്തും 30,000 പല്ലുകളുള്ളതായ നരകം, ഓരോ ചങ്ങലകൾ ഘടിപ്പിച്ചുകൊണ്ട്, ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചുകൊണ്ട്, വലഹാ അൽഫുസിമാ, ആയിരക്കണക്കിന് ചങ്ങലകളാണ് നരകത്തിനുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. മലക്കുകളെല്ലാം കൂടി നരകത്തെ മഹ്ശറയിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹ് വലഹാ സഫീറും വശഹീഖ്. നരകത്തിന് വല്ലാത്തൊരു ശബ്ദമുണ്ട് സാബ, നരകത്തിന് വല്ലാത്തൊരു അട്ടഹാസമുണ്ട് സാബ. അതിശക്തമായ ഒച്ചയിട്ടുകൊണ്ടാണ് നരകം മഹ്ശറയിലേക്ക് കടന്നു വരിക. മഹ്ശറയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോ മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് വിട്ടുപോകും സാബ. തഫൂറു ജഹന്നമ, തഫൂറു ജഹന്നമ. നരകമങ്ങോട് തിളച്ചു മറിയും സാബ, നരകമങ്ങോട് തിളച്ചു മറിയും സാബ. ആ നരകത്തിന്റെ തീച്ചാലകള് വെളിയിലേക്ക് ഉതിർന്നു വീഴും സാബ. കന്നഹാ ബിതർമി കൽഖസർ, കൊട്ടാര സമാനമായിട്ടായിരിക്കും അതിന്റെ തീജ്വാലകൾ കടന്നു വരുമെന്ന് വിശുദ്ധ ഖുർആൻ. നരകത്തിന്റെ തീച്ചാലകൾ കൊട്ടാര സമാനമായിട്ടായിരിക്കും കടന്നു വരിക. അഥവാ ഭീമമാകുന്ന ഉയർച്ചയിലും അതിഭീമമാകുന്ന വലിപ്പത്തിലുമായിരിക്കും മനുഷ്യന്റെ മുകളിലേക്ക് വന്നുകൊണ്ട് ഭവിക്കുക. കപ്പിത്താനില്ലാത്ത കപ്പൽ കടന്നുകൊണ്ട് കടലിൽ കടന്ന് ആടിയലയുന്നത് പോലെ മഹ്ശറയിലേക്ക് വന്നുകൊണ്ട് നരകം വന്ന് ആടി അലയുകയാണ്. എല്ലാവരും ഓടി മാറുകയാ. മുനാഫിക്കുകളുടെ ശരീരത്തിലേക്ക്, കാഫിറുകളുടെ ശരീരത്തിലേക്ക് നരകത്തിന്റെ തീച്ചാലുകൾ വന്ന് പതിക്കുമത്രേ. അവരുടെ മുഖത്തിൻ്റെതാകുന്ന ശരീരത്തിന്റെ ഭാഷകള്, മുഖത്തിലെ ചർമ്മങ്ങള്, മുഖത്തിലെ മാംസങ്ങള് മുഴുവനും കരിഞ്ഞു പോകും സാബ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ നരകം വന്നുകൊണ്ട് അവസാനം ശാന്തമായിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. വതസ്ജുദു ബൈന യദൈല്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് നരകം സുജൂദ് ചെയ്യുമത്രേ, നരകം സുജൂദ് ചെയ്യുമത്രേ. പക്ഷി പറവാദികൾ പടച്ച റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്നത് പോലെ, കടലിന്റെ അകാഴിയിൽ മത്സ്യങ്ങൾ പടച്ച റബ്ബിനെ തസ്ബീഹ് ചെല്ലുന്നത് പോലെ, സുജൂദ് വർത്തിക്കുന്നത് പോലെ, ഈ നിൽക്കുന്ന വൃക്ഷലതാദികൾ റബ്ബിനെ സുജൂദ് ചെയ്യുന്നത് പോലെ നരകം വന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമത്രേ. വതസ്ജുദു ബൈന യദൈല്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിലായി നരകം വീണുകൊണ്ട് റബ്ബിനോട് പറയുമത്രേ, ഖല്ലി ബൈനി വബൈന അസ്വാജി, അല്ലാഹുവേ എന്നെയും എന്റെ ഇണകൾക്കിടയിലും നീ കൂട്ടിച്ചേർക്കണേ അല്ലാ, എന്റെ ഇണയെ നീ നൽകണേ അല്ലാ, എന്റെ ഇണകളെ എനിക്ക് നീ നൽകണേ അല്ലാ. നരകം ഇണയെ തേടുകയാണ്, നരകം അതിന്റെ ഇണയെ തേടുകയാണ്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് ചോദിക്കുമത്രേ, വമൻ അസ്വാജുക യാ നാർ, നരകമേ നരകമേ
ആരാണ് നിന്റെ ഇണയെന്ന് പറയണേ, ആരാണ് നിന്റെ ഇണയെന്ന് പറയണേ എന്ന് നരകത്തോട് ആവശ്യപ്പെടുമ്പോ ആ നരകം വിളിച്ചു പറയും അത്രേ, കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ. ദുനിയാവിൽ കള്ളു കുടിച്ച, ദുനിയാവിൽ വ്യഭിചരിച്ച, ദുനിയാവിൽ അഹങ്കാരിയായി നടന്ന, ദുനിയാവിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലാത്ത നേരത്ത് കാമുകനുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടക്കുകയും എന്റെ ഭർത്താവിന് വേണ്ടി വിരിച്ചു കൊടുക്കേണ്ട വിരിപ്പില്, ഭർത്താവിനെ കടക്കേണ്ട കടക്കയില് ഭർത്താവല്ലാത്ത കാമുകന്മാരെ വിളിച്ചു വരുത്തിയിട്ട് മടിയില്ലാതെ, ഉടുപ്പില്ലാതെ, നാണമില്ലാതെ, നൂലിന് പോലും ബന്ധമില്ലാതെ, വസ്ത്രമില്ലാതെ ബന്ധപ്പെട്ടതാകുന്ന ഏത് സഹോദരി ഉണ്ടോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിഞ്ഞപ്പോ ആ ഭാര്യയെ മറന്നിട്ട് മറ്റൊരു ഭാര്യയെ സ്വന്തമാക്കിയ, കാമുകിയെ സ്വന്തമാക്കിയ ഏത് ഭർത്താവുണ്ടോ, എല്ലാ തെമ്മാടികളും എല്ലാ അഹങ്കാരികളുമായ മോശപ്പെട്ട ദുർവൃത്തി നടത്തുന്നതാകുന്ന ആളുകളെ മുഴുവൻ ആളുകളുമാണ് എന്റെ ഇണകളെന്ന് നരകം പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വിളിച്ചു പറയും അത്രേ, ഖുദൂ ഫഗുല്ലൂ ثم الجحيم صلوا. പിടിക്കടാ അവനെ, വരിഞ്ഞു മുറുക്കടാ ചങ്ങല കൊണ്ട്, നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കടാ എന്ന് അല്ലാഹു പറയുകയും നരകത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയാ. ഏതൊരു സത്യത്തിന്റെ ദൂതനായിട്ടാണോ എന്നെ അല്ലാഹു ഈ പരിശുദ്ധ ദീനിന്റെ പ്രബോധനായിട്ടാണോ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. സഹാബാ, ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, ലൗ ഫുതിഹ ബിബറത്തിൻ മിൻഹാ, ലൗ ഫുതിഹ ഇബറത്തിൻ മിൻഹാ, ഒരു സൂചിയുടെ അണുവെങ്ങാണം നരകത്തിൽ നിന്നെങ്ങാണം കാറ്റി പുറത്തേക്ക് വിട്ടാൽ ലമാത ജമീഉൽ അർളി മിൻ ഹരിഹാ. ഒരു സൂചി മുനയെങ്ങാണം നരകത്തിൽ നിന്ന് കാറ്റ് ലോകത്തേക്ക് വിട്ടാൽ ലമാത ജമീഉൽ അർളി മിൻ നതിനിഹാ ഔ മിൻ ഹുരിഹാ, ആ നരകത്തിൻ്റെതാകുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ അതിന്റെ ചൂട് നിമിത്തമായിട്ടോ ലോകം മുഴുവനും നശിച്ചു പോകും, അതിലുള്ള വസ്തുക്കളും നശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നരകത്തെ തൊട്ട് കാക്കട്ടെ.